വൈകാരിക പ്രകടനങ്ങളെ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വത്തിന് കഴിയണം. ഞാനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മളെല്ലാ കാര്യത്തിനും അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ പുറപ്പെടാത്ത ഒരു പാർട്ടിയാണിത്. അതുകൊണ്ടാണല്ലോ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ സംസാരിക്കേണ്ട ആളുകളൊക്കെ തന്നെയാണല്ലോ പൊതുമധ്യത്തിൽ നിന്ന് അവരുടെ അഭിപ്രായം സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിച്ചത്. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് പാവപ്പെട്ട പ്രവർത്തകൻ ഏതെങ്കിലും ഒരു വികാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എന്ന് പറയുന്നത് ശരിയാണോ? അവർ ചിന്തിക്കട്ടെ. അല്ല, ഈ നിലപാട് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, പരസ്യപ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ സാധാരണക്കാരായ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തതാണോ ചോദ്യം ചെയ്യുന്നത്? സംശയം എന്താ? അതല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എരുതിയിൽ എണ്ണ ഒഴിച്ച ഒരുപാട് നേതാക്കന്മാർ ഒരു വശത്ത് വളരെ സേഫ് പൊസിഷനിൽ നിൽക്കുകയാണ്. അവർക്കെതിരെ ആരും സംസാരിക്കുന്നില്ല. ഈ പാവപ്പെട്ട പ്രവർത്തകൻ 4 ദിവസം മുമ്പ് വരെ ഇതൊന്നും അല്ലല്ലോ സ്ഥിതി. 4 ദിവസമല്ലേ ആയുള്ളൂ റിസൾട്ട് വന്നിട്ട്. ഇവിടെ സാധാരണപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി വീട് വിടാതെ കയറി ഇറങ്ങി മാന്യമായ ഒരു റിസൾട്ട് ഉണ്ടായപ്പോൾ ആ റിസൾട്ടിൻ്റെ പേരിൽ അവർ സന്തോഷിച്ചിട്ടുണ്ട്, അവർ അഭിമാനിച്ചിട്ടുണ്ട്, അവരൊരു അഭിപ്രായ പ്രകടനം എന്തോ വികാരത്തിൻ്റെ പേരിൽ അവർ ചെയ്തിട്ടുണ്ട്. ആ വികാര പ്രകടനങ്ങളെ അതിൻ്റെതായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? വളരെ ലളിതമായൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ.